അപ്പോൾ നമുക്ക് ഈ ഇന്ത്യക്കാർക്ക് മാത്രമാണ് ബീഫ് കഴിക്കാൻ പാടില്ലാത്തൊരു പ്രശ്നമുള്ളത്. കാരണം ബീഫ് ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതേസമയത്ത് നമുക്ക് ബീഫ് വിറ്റ് അതിൻ്റെ കാശ് മേടിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. 2025 കണക്ക്, ഒരു എസ്റ്റിമേഷൻ വരുന്നത് ഇന്ത്യ ബീഫ് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തേക്ക് കുതിക്കും എന്നാണ്. 2025 ഇന്ത്യയുടെ ബീഫ് എക്സ്പോർട്ട് 16.5 ലക്ഷം ടണ്ണായിട്ട് ഉയരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 2024 ഇത് 15.6 ലക്ഷം ടൺ മാത്രമാണ്. അതായത് ഈ ഒരു വർഷത്തിനിടയിൽ 12 മാസത്തിനിടയിൽ ബീഫിൻ്റെ കയറ്റുമതിയിൽ 4% വർധന ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ലോകത്തെ ബീഫ് കയറ്റുമതിയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീൽ തന്നെയാണ്. അതായത് മൊത്തം കയറ്റുമതിയുടെ, ആഗോള കയറ്റുമതിയുടെ 26% കൈകാര്യം ചെയ്യുന്നത് ബ്രസീലാണ്. 2ാം സ്ഥാനത്ത് ഇന്ത്യ കുതിക്കുകയാണ്. അത് ചെറിയ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. 3ാം സ്ഥാനത്ത് അമേരിക്കയും 4ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുമാണ്. ഇടയ്ക്ക് ഇന്ത്യയുടെ സ്ഥാനം 3, 4 സ്ഥാനങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ 2ാം സ്ഥാനത്തേക്ക് കുതിക്കും എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത്. പിന്നെ ഇതിൽ നിന്നുള്ള വരുമാനം ചില്ലറ വരുമാനമൊന്നുമല്ല. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് തിന്നാൻ പാടില്ല, അതുകൂടെ ബാൻ, നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമാണ്. ആളുകളെ തിന്നുകയോ കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടെങ്കിലും ഈ കാശ് എന്ന് പറയുന്നത് അങ്ങനെ പുളിക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. 2023-24 നമ്മൾ ഈ ബീഫ് എക്സ്പോർട്ട് വഴി 31,010 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ പാടില്ലെങ്കിലും സായിപ്പ് കൊണ്ടുപോയി കഴിച്ചോട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ഏതായാലും ഇന്ത്യയിൽ വലിയ കോലാഹലം നടക്കുമ്പോഴും കയറ്റുമതിയുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോകുന്നില്ല. നമ്മൾ മുമ്പോട്ട് തന്നെ പോകുന്നു എന്നാണ് ബീഫിൻ്റെ ആഗോള ബിസിനസ്സിലെ ട്രെൻഡ് കാണിക്കുന്നത്.